اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل وسلم على سيدنا محمد صلاة تعرفنا بها إياه وعلى آله حق قدرك ومقدارك العظيم. ബഹുമാനപ്പെട്ട സയ്യിദി സലാഹുദ്ദീൻ തിജാനി അൽ ഹസനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയൊരു വിഷയമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുസ്ലിമായ മനുഷ്യന് 5 നിധികളെ അല്ലാഹു തആല സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഒരു മുസ്ലിമായ മനുഷ്യന് നൽകാൻ വേണ്ടി. അതിലൊന്ന് മഹാൻ പറയുന്നു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഒന്ന്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറയുന്ന ദിക്റാണ്. അതിനൊരു പൊരുളുണ്ട്, അതിനെ അല്ലാഹു തആല മറച്ചു വെച്ചിരിക്കുകയാണ്. രണ്ടാമത്തത് ഇസ്തിഖാമത്ത്. ഒരു യഥാർത്ഥ ശൈഖിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു ഖുവത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിക്കുക. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെച്ചിരിക്കുകയാണ്. മൂന്നാമത്തത് തഖ്വ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ രഹസ്യമായി അല്ലാഹുവിനെ സൂക്ഷിക്കാനുള്ള ഒരു കഴിവ്, തഖ്വ. നാലാമത്തത് ഇഹ്സാൻ. അഞ്ചാമത്തത് തൗഫീഖ്. ഈ 5 നിധികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ഒരു ചെപ്പിൽ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ്. ഏതൊരു ചെപ്പിനും ഏതൊരു പെട്ടിക്കും ഒരു ചാവി ഉണ്ടാവും. ഈ 5 നിധികളുടെയും ഉൾസാരം എന്താണ്? എന്താണ് തൗഫീഖിന്റെ ഉൾസാരം? എന്താണ് ഇഹ്സാനിന്റെ ഉൾസാരം? എന്താണ് തഖ്വയുടെ ഉൾസാരം? എന്താണ് ഇസ്തിഖാമത്തിന്റെ ഉൾസാരം? എന്താണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നതിൻ്റെ ഉൾസാരം എന്താണ്? ഇതറിയണമെങ്കിൽ ആ പെട്ടി തുറക്കണം, ആ ചെപ്പ് തുറക്കണം. ആ ചെപ്പ് തുറക്കാനുള്ള ചാവിയാണ് മഹാൻ പറയുന്നു, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. ആ സ്വലാത്താണ് ഈ നിധിയുടെ ചാവി. അള്ളാഹു നിക്ഷേപിച്ച ഈ 5 നിധികളുടെയും ചാവി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ എന്താണ്? സ്വലാത്താണ്. ഈ സ്വലാത്ത് കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഈ നിധികളെ തുറക്കാൻ കഴിയുള്ളൂ. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സ്വലാത്ത് മജ്ലിസുകളിൽ നിന്നും അതുപോലെ തന്നെ മറ്റൊരുപാട് ഖുർആൻ ക്ലാസ്സുകളിൽ നിന്നും സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതൊരു വിലയില്ലാതായിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു തആല ഖുർആനിൽ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹു തആലയും അവന്റെ മലായികത്തുകളും എന്ത് ചെയ്യുന്നുണ്ട്? റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അത് നമുക്കുള്ളൊരു താക്കീതാണ്. അതുകൊണ്ട് സ്വല്ലു അലൈഹി വസല്ലിമു, നിങ്ങളും എന്ത് ചെയ്യണം? റസൂലുള്ളാഹിന്റെ മേലിൽ സ്വലാത്തും സലാമും ചൊല്ലണം. കാരണം ആ സ്വലാത്താണ് സകല നിധികളുടെയും ചാവി. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്താണ്. ഈ നിധികൾ എന്നല്ല, നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹിന്റെ അർത്ഥത്തിൽ പറയാറുണ്ടല്ലോ, അൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ്, അടക്കപ്പെട്ടവയെ തുറക്കുന്നവരായ. ഏതൊക്കെ നിധികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അടച്ചു വെച്ചിട്ടുണ്ടോ
അതിനൊക്കെ തുറക്കാനുള്ള അധികാരം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. ജൂദുമൻ ജാദൽ ജവാ എന്ന് പറയുന്ന ആ അല്ലഫിന്റെ ബൈത്തുണ്ട്. അതിൻ്റെ ഷറഹിൽ വിശാലമായിട്ട് നമുക്ക് കാണാൻ കഴിയും. സ്വാലിഹീങ്ങളെ ഹൃദയത്തിലേക്ക് അള്ളാഹു നൽകുന്ന തജല്ലിയാത്തുകളും മഹബത്തുകളും മുഴുവൻ അതിൻ്റെ ഗോഡൗൺ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. റസൂലുള്ളാഹിയിലൂടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നൽകുള്ളൂ. അപ്പൊ ഏതൊന്നിൻ്റെയും അടിത്തറ അള്ളാഹിൻ്റെ റസൂലാണ്. അപ്പോൾ മഹാൻ പറയാണ്, ഈ 5 നിധികളും തുറക്കാനുള്ള ചാവി അത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ എന്ത് ചെയ്യലാണ്, സ്വലാത്ത് ചെല്ലലാണ്. ഇനി ഇവിടെ തന്നെ പറയാനുള്ളൊരു കാര്യം, നമ്മളെ സ്വന്തത്തിന് വേണ്ടി ദുആ, സ്വന്തത്തിന് വേണ്ടി ദുആ ചെയ്യാം. അതിനേക്കാളും കൂലിയാണ് ഒരു സ്വന്തം സഹോദരന് വേണ്ടി ദുആ എന്നുള്ളത്. ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി ദുആ, അല്ലാഹുവേ ഈ അഹ്മദ് എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, അവനക്ക് നീ എല്ലാ നിഅമത്തുകളും കൊടുക്കണേ എന്ന് ഞാൻ എനിക്ക് വേണ്ടി ദുആ ചെയ്തതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഞാൻ എനിക്ക് വേണ്ടി സ്വന്തം ദുആ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഞാൻ എൻ്റെ സ്വന്തം സഹോദരന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, മറ്റൊരാൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നത്. അതിനേക്കാളും ശ്രേഷ്ഠമാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട അല്ലാമ സുയൂത്തി റളിയല്ലാഹു അൻഹു അൽ ഹാവിലിൽ ഫതാവി എന്ന് പറയുന്ന കിതാബിൽ ദുആ പറയുന്നുണ്ട്. അല്ലാഹുമ്മ അസ്ലിഹ് ഉമ്മത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ അർഹം ഉമ്മത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ഫർജി് അൻ ഉമ്മതി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ജഅൽനാ മിൻ അഹ്ലിൽ ഇനായതി യാ റബ്ബൽ ആലമീൻ. ഇമാം സുയൂത്തി തങ്ങൾ അവിടുത്തെ അൽ ഹാവിലിൽ ഫതാവി എന്ന് പറയുന്ന കിതാബിൽ ഈ ദുആ പറയുന്നുണ്ട്. ഈ ദുആന്റെ പ്രത്യേകത എന്താ? റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് വേണ്ടിയുള്ള ദുആ. ആ ദുആ ഒരാൾ നിരന്തരമായി ദുആ ചെയ്തു കഴിഞ്ഞാൽ അവൻ അബ്ദാലുകളെ പദവിയിലെത്തുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഖ്ളത്തൻ കണ്ട ഇമാം സുയൂത്തി അൽ ഹാവിലിൽ ഫതാവി എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്. അപ്പൊ സ്വന്തം നഫ്സിന് വേണ്ടി ദ്വാരക്കുക, അതിനേക്കാൾ കൂലിയാണ് മറ്റൊരാൾക്ക് വേണ്ടി, സ്വന്തം സഹോദരന് വേണ്ടി ദ്വാരക്കുന്നത്. അതിനേക്കാളും കൂലിയാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത്. അതിനേക്കാളും വലിയ കൂലിയാണ് ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കൾക്കും, മനുഷ്യർ, ജിന്നുകൾ, ജന്തുക്കൾ, പറവകൾ എല്ലാവർക്കും വേണ്ടി ഒരാൾ ദുആ ചെയ്യുക. അത് അതിലും വലിയ കൂലിയാണ് എന്ന് മഹാരഥന്മാർ പറയുന്നുണ്ട്. എങ്ങനെയപ്പോ ഈ മനുഷ്യന്മാർക്കും ജിന്നുകൾക്കും പക്ഷികൾക്കും അതുപോലെ ജന്തുക്കൾക്കൊക്കെ നമ്മൾ ദുആ ഇറക്കുന്നത് എങ്ങനെ? മഹാൻ പറയുന്നു, ആ ദുആ ഏതാണ്? അത് സ്വലാത്താണ്. കാരണം ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളിലും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഹബീബില്ലാതെ ഒരു നുക്ത പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ് ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം എന്ന് ഒരാൾ ദുആർന്നാൽ, എന്ന് ഒരു പ്രാവശ്യം ഒരാൾ സ്വലാത്തി ഇല്ലാൽ ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കൾക്കും വേണ്ടി അവൻ ദുആ ചെയ്തത് പോലെയാണ് എന്ന് മഹത്തുക്കളാകുന്ന ആളുകൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. കാരണം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ മുത്തുനബി അല്ലാഹു തആല ലോകത്തേക്ക് അയച്ചിട്ടില്ല. അപ്പോൾ ഒരു സ്വലാത്ത് ഇല്ലാൽ എവിടേക്കൊക്കെ അത് പോകുന്നുണ്ട്, അതിൻ്റെ അസറുകൾ എവിടേക്കൊക്കെ എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്, ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അതുകൊണ്ട് ഒരാൾ യഥാർത്ഥ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരനാവാൻ സ്വലാത്തിന് എന്ത് ചെയ്താൽ മതി? വർദ്ധിപ്പിച്ചാൽ മതി. ധാരാളം സ്വലാത്ത് ഇല്ല. ബഹുമാനപ്പെട്ട സയ്യിദി അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറയും, ചുരുങ്ങിയത് ഒരാൾ എന്ത് ചെയ്യണം? 1000 സ്വലാത്തുകളെങ്കിലും ചെല്ലണം. ഒരു ദിവസം 1000 സ്വലാത്തെങ്കിലും എന്ത് ചെയ്യണം?
ചെല്ലണം. അഹമ്മദ് സുഖൈറജ് തങ്ങൾ 10,000 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയതായിട്ടൊക്കെ കിതാബിൽ കാണാൻ കഴിയും. മഹത്തുക്കളാകുന്ന ആളുകൾ അങ്ങനെയായിരുന്നു. ജീവിതത്തിൻ്റെ രസം അറിഞ്ഞ ആൾക്കാർ. ജീവിതത്തിനൊക്കെ ഒരു രസമുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ നെതിറുള്ള ആളുകൾക്ക് കൊടുക്കുള്ളൂ. അതറിഞ്ഞ ആളുകൾ നാവുന്ന് സ്വലാത്ത് ഒരിക്കലും പോലും ചെയ്യൂല, ഒഴിവാക്കൂല. സ്വലാത്ത് ചൊല്ലിയും കൊണ്ടേയിരിക്കും. സ്വലാത്ത് ലോകത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതമാണ്. അതുകൊണ്ട് എന്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അതുകൊണ്ട് ആ സ്വലാത്തിൻ്റെ വഴിയെ നമുക്ക് എന്ത് ചെയ്യാം, സഞ്ചരിക്കാം. എന്നിട്ട് അല്ലാഹു തആല മൂടിവെച്ച എല്ലാ രഹസ്യങ്ങളും ആ സ്വലാത്താകുന്ന ചാവി കൊണ്ട് നമുക്ക് തുറക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.